നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അസീസ് മാഹിയുടെ പ്രഭാഷണം കേൾക്കാം. പ്രിയ ജൻവാണി ശ്രോതാക്കൾക്ക് സ്നേഹ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രഫി ദിനം. ലോകമെമ്പാടും വിടർന്നു കൊഴിയുന്ന അനർഘ നിമിഷങ്ങൾ കാത്തുവെച്ച് കാലത്തോടും ചരിത്രത്തോടും ഒപ്പം സഞ്ചരിക്കുന്ന ഫോട്ടോഗ്രഫി എന്ന മാധ്യമത്തിൻ്റെ സാർവജനീനതയും പ്രതിസ്പന്ദവും തൊട്ടറിയാനൊരു ദിവസം ലോക ഫോട്ടോഗ്രാഫി ദിനം. ഇന്ന് നാം കാണുന്ന ബഹുശാഖിയായി പടർന്ന സർവതല സ്പർശിയായ ഫോട്ടോഗ്രഫി എന്ന കല, തപസ്സിലെ അച്ചടക്കവും കലയിലെ കൈയടക്കവും സമന്വയിച്ച പ്രതിഭാശാലികളായ ഫോട്ടോഗ്രാഫർമാരുടെ കാഴ്ചയുടെ, കാഴ്ചപ്പാടിൻ്റെ, ഉൾക്കാഴ്ചയുടെ പരിണിത ഫലം മാത്രമല്ല, പ്രതിഭാധനരായ സാങ്കേതിക വിദഗ്ധർ നിരന്തര സാധനയിലൂടെ വികസിപ്പിച്ചെടുത്ത വിജയസാക്ഷ്യം കൂടിയാണ്. 1826-27 കാലഘട്ടത്തിലാണ് ലോകത്തിലെ ആദ്യ ഫോട്ടോഗ്രാഫ് പിറക്കുന്നത്. അന്നത് ഹീലിയോഗ്രഫി എന്നാണ് അറിയപ്പെട്ടത്. ഫ്രഞ്ചുകാരനായ ജോസഫ് നിസിഫർ നിബ്സ് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന സങ്കേതം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ആദ്യ ഫോട്ടോഗ്രാഫിനെ വ്യൂ ഫ്രം ദ വിൻഡോ എറ്റ് ലാ ഗ്രാസ് എന്ന അദ്ദേഹം പേരിട്ട് വിളിച്ചു. ഏതാണ്ട് 200 വർഷം പിന്നിടുമ്പോഴേക്കും മികച്ച ഫോട്ടോഗ്രാഫർമാരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് ഈ കലയെ സ്വീകാര്യതയുടെ പരകോടിയിലെത്തിച്ചു ജനമനസ്സുകളെ കീഴടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 2025 മാത്രം ആഗോളതലത്തിൽ ഏതാണ്ട് 2.1 ട്രില്യൺ ഫോട്ടോകൾ പകർത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. 5.3 ബില്യൺ ഫോട്ടോകളാണ് നാം ഓരോ ദിവസവും പകർത്തുന്നത്. ഒരു സെക്കൻഡിൽ 61,400 ഫോട്ടോഗ്രാഫികൾ ജനിക്കുന്നു എന്നർത്ഥം. ഇക്കൂട്ടത്തിൽ ലോകമനസാക്ഷിയെ തൊട്ടുണർത്തിയ പിടിച്ചുലച്ച ചിത്രങ്ങൾ നിരവധിയാണ്. മഹായുദ്ധങ്ങൾ, നിരപരാധികളായ സാധുവായ സാധാരണ മനുഷ്യൻ്റെ ജീവനുമേൽ വിതക്കുന്ന ദുരിതാഗ്നിയെക്കുറിച്ചും ദാരിദ്ര്യവും പട്ടിണിയും കാർന്നു തിന്നുന്ന മൂന്നാം ലോക മനുഷ്യനെക്കുറിച്ചും നിരവധി മഹാഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതേക്കാളെല്ലാം ഉപരി മാനവരാശിയെ തൊട്ടുണർത്താൻ ഒരു നിമിഷത്തെ ഫ്രീസ് ചെയ്ത ഒരൊറ്റ സ്നാപ്പിന് സാധ്യമായിട്ടുണ്ട്. ഉദാഹരണങ്ങൾ നിരവധിയാണ്. കഴുകനും പെൺകുട്ടിയും എന്ന കെവിൻ കാർട്ടറുടെ ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 1993 കാലം. കൊടും വരൾച്ചയും ആഭ്യന്തര കലാപവും നിമിത്തം അതികഠിനമായ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പൊറുതിമുട്ടിയ സുഡാനിൽ ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റായ കെവിൻ കാർട്ടർ ഒരു ദൗത്യവുമായെത്തുന്നു. കഠിനമായ വിശപ്പ് കൊണ്ട് എല്ലും തോലുമായി ഏകാഗിയായൊരു കൊച്ചു ബാലിക വരണ്ട ഭൂമിയിൽ മുഖം കുമ്പിട്ട് മരണം കാത്തുകിടക്കുന്നതിനു തൊട്ടുപിറകെ ആ കുഞ്ഞിൻ്റെ ജഡദേഹം കൊത്തിപ്പറിക്കാൻ കാത്തുനിൽക്കുന്ന കഴുകനും ഉൾപ്പെടുന്ന രംഗം കാണുന്നു. ചിത്രം പകർത്തിയ ശേഷം കഴുകൻ ചിറകു വിരിച്ചെങ്കിൽ കൂടുതൽ ഭീഷണമായൊരു ചിത്രം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ഒരു നിമിഷം കാത്തുനിൽക്കുന്നു. വിഫലമായ കാത്തിരിപ്പിന് ശേഷം മടക്കയാത്രക്കുള്ള സമയമായതിനാൽ പിന്മടങ്ങുന്നു. പിറ്റേനാൾ ലോകമാധ്യമങ്ങളിലൂടെ ഈ കരൾ മരവിപ്പിക്കും കാഴ്ച ലോകമറിയുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സുഡാനിലേക്ക് സഹായം ഒഴുകിയെത്തുന്നു. ചിത്രത്തിന് ലോകപ്രശസ്തമായ പുലിസ്റ്റർ സമ്മാനം ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്നുണ്ടായ സംഭവങ്ങളിൽ വിഷാദരോഗിയായി തീർന്ന കെവിൻ കാർട്ടർ ചിത്രം പകർത്തി ഏതാണ്ട് 4 മാസത്തിനുള്ളിൽ ആത്മാഹൂതി ചെയ്യുകയായിരുന്നു. ആ കൊച്ചു കുഞ്ഞിന് പിന്നീട് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ രക്ഷിച്ചില്ല? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കെവിന് നേരെ ഉയർന്നു. ഒരഭിമുഖകാരൻ ആ രംഗത്ത് 2 കഴുകന്മാരുണ്ടായിരുന്നു, അതിലൊന്ന് ക്യാമറയേന്തിയ നിങ്ങളായിരുന്നു എന്നിങ്ങനെയും തീക്ഷ്ണമായി പ്രതികരിക്കുന്നുണ്ട്. കെവിൻ കാർട്ടർ പകർത്തിയ ചിത്രം ലോകമനസാക്ഷിയെ തൊട്ടുണർത്താൻ കരുത്തുള്ള ഒരു പ്രൊഫഷണൽ വർക്കായിരുന്നു. പക്ഷേ അതോടൊപ്പം പുലർത്തേണ്ട ഒരു മാനുഷിക അനുതാപം കൂടിയുണ്ട്. അവിടെയുണ്ടായ പരാജയമാണ് ലോകോത്തര ഫോട്ടോഗ്രാഫറായിട്ടും 30-ാം വയസ്സിൽ കെവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ചിത്രം നമുക്ക് ഓർമ്മിക്കാം. 1972 ജൂൺ 8
ദക്ഷിണ വിയറ്റ്നാം യുദ്ധവിമാനങ്ങൾ ശത്രുക്കളെതിരെ നാപ്പാം ബോംബ് വർഷിക്കുന്ന യുദ്ധമുഖത്തായിരുന്നു നിക്കൂട്ട് എന്ന വിയറ്റ്നാമീസ് അമേരിക്കൻ ജേർണലിസ്റ്റ്. യുദ്ധദൃശ്യങ്ങൾ പകർത്തവെയാണ് തൻ്റെ ക്യാമറയ്ക്കു നേരെ വസ്ത്രമാകെ തീനാളങ്ങൾ വീഴുകിയ, ശരീരമാകെ 3rd ഡിഗ്രി പൊള്ളലേറ്റ ഏതാണ്ട് 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി സഹായത്തിനായി കൈകൾ നീട്ടി ഓടിവരുന്ന കാഴ്ച കണ്ടത്. ബോംബാക്രമണത്തിൽ അവളുടെ ശരീരമാകെ കത്തിക്കരിഞ്ഞിരുന്നു. പണിപ്പെട്ട് ആ ദൃശ്യം പകർത്തി ക്യാമറയിലേക്ക് നോക്കിയപ്പോഴാണ് പൊള്ളലിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലാക്കുന്നത്. ഉടൻ തൻ്റെ ഉപകരണങ്ങൾ പാക്ക് ചെയ്ത് ലഭ്യമായ വാഹനത്തിൽ അദ്ദേഹം കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചു. മാനവ മനസ്സുകളിൽ യുദ്ധവിരുദ്ധ വികാരമുണർത്താനും നിരപരാധിയായ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതവും ദുരന്തവും ലോകത്തറിയിക്കാനും തൻ്റെ ചിത്രത്തിനുള്ള ശക്തി മനസ്സിലാക്കിയ നിക്ക് ചിത്രം ന്യൂയോർക്ക് ടൈംസിന് അയക്കുന്നു. ചിത്രത്തിലെ നഗ്നതയുടെ പേരിൽ പ്രസിദ്ധീകരിക്കാൻ ആദ്യം പത്രാധിപർ മടിച്ചെങ്കിലും ചിത്രം പങ്കുവെക്കുന്ന പൊള്ളിക്കുന്ന അനുഭവത്തിൻ്റെ സംഹാരക ശക്തി മനസ്സിലാക്കി ടെറർ ഓഫ് വാർ എന്ന അടിക്കുറിപ്പോടെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നു. ഈ ഫോട്ടോ പിന്നീട് പുലിസ്റ്റർ സമ്മാനവും 1973 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരവും നേടി. മാത്രമല്ല, വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഈ ഒറ്റ ചിത്രം നിമിത്തമാവുകയും ചെയ്തു. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. നിക്കൂട്ട് യുദ്ധഭൂമിയിൽ നിന്നും രക്ഷിച്ച നാപ്പാം പെൺകുട്ടി കിം ഫുക്ക് വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇന്നവർ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ പരിരക്ഷയ്ക്കായി യുനെസ്കോ ഗുഡ്വിൽ അംബാസഡറായി പ്രവർത്തിച്ചു വരികയാണ്. നിക്കൂട്ടുമായി അഗാധമായ ആത്മബന്ധം സൂക്ഷിച്ചുകൊണ്ട് പ്രൊഫഷണൽ എത്തിക്സും മാനുഷികതയും ഒത്തുചേരുന്ന ചിത്രസാക്ഷ്യമാണിത്. അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ് സ്റ്റീവ് മക്കറെ 1984 സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് പകർത്തിയ അഫ്ഗാൻ പെൺകുട്ടി എന്നൊരു ചിത്രമുണ്ട്. 1985 നാഷണൽ ജോഗ്രഫിക് മാസികയുടെ മുഖചിത്രമായി പ്രസിദ്ധീകരിച്ച ഈ ചിത്രം ആ മാസികയുടെ 114 വർഷക്കാലത്തെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൊണ്ടാടപ്പെട്ട ചിത്രമായി മാറി. ഒരു പിരിയാണി നെഞ്ചിലേക്ക് തലച്ചു കയറും പോലെ ഷർബത്തു ഗുല എന്ന അഫ്ഗാൻ പെൺകുട്ടിയുടെ പച്ചക്കണ്ണുകളിൽ തെളിയുന്ന ശരതീക്ഷ്ണവും അഗ്നിതീവ്രവുമായ നോട്ടം സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്തെ അഫ്ഗാൻ അഭയാർത്ഥികളുടെ ഉള്ളം തപിപ്പിക്കുന്ന അനുഭവ സാക്ഷ്യമായി നമ്മെ വേട്ടയാടും. ഏതാണ്ട് 12 വയസ്സ് പ്രായമുള്ള പസ്തൂൻ അനാഥ ബാലികയുടെ ചിത്രം പെഷവാറിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് സ്റ്റീവ് പകർത്തുന്നത്. പക്ഷെ ഒരു നാടിൻ്റെ മുഴുവൻ സഹനസാക്ഷ്യമായ തീക്ഷ്ണ നോട്ടം കൊണ്ട് ലോകത്തിൻ്റെ ഉള്ളം തപിപ്പിച്ച ആ പെൺകുട്ടിക്ക് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടത്തിന് കീഴിലായതോടുകൂടി 2021 രാജ്യം വിട്ട് ഇറ്റലിയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു എന്നത് മറ്റൊരു കഥ. ഇതുപോലെ ഒറ്റ സ്നാപ്പ് കൊണ്ട് അനശ്വരത നേടിയ ഫോട്ടോഗ്രാഫർമാർ പലരുണ്ട്. പിറന്നു വീണ ഭൂമിയുടെ മടിത്തടത്തിൽ കാലുകുത്താൻ 1 ഇഞ്ച് മണ്ണ് പോലും നിഷേധിക്കപ്പെട്ട് അഭയാർത്ഥികളായി അലമാലകളിൽ അലയാൻ വിധിക്കപ്പെട്ട കുർദുകളുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയും ദാരുണാവസ്ഥയും സഹനവും എത്രമേൽ ഹൃദയഭേദകമാണ് എന്നതിൻ്റെ നേർസാക്ഷ്യമായി ലോകമനസാക്ഷിക്ക് മുമ്പിൽ പിറന്നു വീണൊരു ചിത്രമുണ്ട്. കളിപ്പാട്ടം പോലൊരു കുഞ്ഞു ജീവൻ അലൻ കുർദി എന്ന പിഞ്ചുബാലൻ്റെ തിരമാലകളാൽ ഉപേക്ഷിക്കപ്പെട്ട് തീരത്തടിഞ്ഞ ജഡദേഹം. 2015 സെപ്റ്റംബർ 2 പുറത്തു വന്ന ഈ ചിത്രം അഭയാർത്ഥികളായ കുർദി ജീവിതത്തിൻ്റെ കരളിലീക്കും കാഴ്ചയായിരുന്നു. തുർക്കി വംശജയായ നിലുഫർ ദമീർ എന്ന യുവ വനിതാ ഫോട്ടോഗ്രാഫർ ഈ ഒറ്റ ചിത്രം കൊണ്ട് യൂറോപ്യൻ അഭയാർത്ഥികളുടെ പ്രതിസന്ധിയുടെ ആഴവും ആഘാതവും ലോകമനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയ ഫോട്ടോ ജേർണലിസ്റ്റാണ്. ലോകമെമ്പാടുമുള്ള വിപ്ലവബോധമുള്ള യുവാക്കൾ സ്വന്തം കുപ്പായത്തിൽ ആലേഖനം ചെയ്ത ക്യൂബൻ വിപ്ലവ നക്ഷത്രം ചെഗുവേരയുടെ ഒരു പോർട്രേറ്റ് നമുക്കെല്ലാം സുപരിചിതമാണ്. 1960 മാർച്ച് 5 ഹവാനയിൽ നടന്നൊരു ചടങ്ങിൽ ചിത്രീകരിക്കവെയാണ് ആൾക്കൂട്ടത്തിൽ ഒരു മിന്നായം പോലെ പ്രത്യക്ഷപ്പെട്ട ചെഗുവേരയുടെ മുഖം ആൽബർട്ടോ കോർഡ എന്ന പ്രഖ്യാത ഫോട്ടോഗ്രാഫർ കാണുന്നത്. 2 സ്നാപ്പ് പകർത്തുമ്പോഴേക്കും ചെ ആൾക്കൂട്ടത്തിൽ അപ്രത്യക്ഷമായി.
ഗൊറില്ലേറോ ഹീറോയിക്കോ എന്ന ആ ചിത്രം ലോകം മുഴുവൻ നെഞ്ചേറ്റിയ ഒരു ചിത്രവുമായി. ഫോട്ടോഗ്രാഫി ഇന്നിപ്പോൾ ആഗോളതലത്തിൽ തന്നെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കായിക, വിദ്യാഭ്യാസ, ആരോഗ്യ, വാർത്താവിനിമയ മേഖലകളിലെല്ലാം അനിവാര്യ സാന്നിധ്യമായി നിത്യജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് കളറിലേക്കും ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ മാധ്യമത്തിലേക്കും 360 ഡിഗ്രി ഫോട്ടോഗ്രഫിയിലേക്കും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലേക്കും ഉത്കർഷാഭിമുഖമായ പ്രയാണം തുടരുകയാണ്. മിനിമലിസമാണ് 2025 വിഭാവനം ചെയ്യുന്ന മാതൃക. AI അഥവാ നിർമ്മിത ബുദ്ധി കൊണ്ടുവരുന്ന നൂതന ലോകങ്ങൾ ഒരുപക്ഷെ ഫോട്ടോഗ്രാഫറുടെയും ക്യാമറയുടെയും സാന്നിധ്യം അപ്രസക്തമാക്കുകയും AI എഡിറ്റിംഗ് സാങ്കേതികവിദ്യ അരങ്ങുവാഴുകയും ചെയ്തേക്കാം. ഇന്നു കാണുന്ന രീതിയിൽ ഫോട്ടോഗ്രാഫി എന്ന കലാവിദ്യയെ രൂപപ്പെടുത്തിയ മഹാപ്രതിഭകളെ ഓർമ്മിക്കാതെ ഈ പ്രഭാഷണത്തിന് വിരാമമിടുക സാധ്യം. നിസിഫസ് നിപ്സ് ആവിഷ്കരിച്ച ഹീലിയോഗ്രഫി ലൂയി ഡാഗുറയുടെ പരിശ്രമ ഫലമായി കൂടുതൽ സാങ്കേതിക മികവുള്ള ഡാഗുറിയോ ടൈപ്പ് പ്രോസസ്സിങ്ങിലേക്കും പിന്നീട് വില്യം ഹെൻറി ഫോക്സ് ടാബോൾട്ടിൻ്റെ പരിശ്രമ ഫലമായി കാലോ ടൈപ്പ് പ്രോസസ്സിങ്ങിലേക്കും വളരുന്നു. തുടർന്ന് ഫിലിം, ഡിജിറ്റൽ മാധ്യമത്തിലൂടെയായി വളർച്ച. ആൻസൽ ആദംസ്, ഹെൻറി കാർട്ടർ ബ്രസൻ, ഡൊറോത്തി ലാങ്, സെബാസ്റ്റിനോ സൽട്ടാഗോ തുടങ്ങി കറുപ്പിലും വെളുപ്പിലും കവിത രചിച്ച ഫോട്ടോഗ്രാഫർമാരും കളർ ഫോട്ടോഗ്രാഫിയുടെ തലതൊട്ടപ്പനെന്ന് വാഴ്ത്തപ്പെട്ട വില്യം എഗിൾസ്റ്റണും ഏണസ്റ്റ് ഹാസും അലക്സ് വെബുമെല്ലാം കളറിൽ പകർത്തിയ ലോകവും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന മേൽവിലാസത്തിൽ മന്യ ശ്രോതാക്കളോട് സംവദിക്കുമ്പോൾ കാച്ചിക്കുറുക്കിയ ഭാഷയിൽ ഒന്നേ പറയാനുള്ളൂ: വനപ്രകൃതിയെക്കുറിച്ചും വനപ്രാണികളെക്കുറിച്ചും അഗാധമായ ആദരവും അറിവുള്ളവർക്കേ വന്യജീവി ഫോട്ടോഗ്രാഫി ആത്മതാളമായി നെഞ്ചേറ്റാൻ സാധ്യമാകൂ. അങ്ങനെ ഒരാളുടെ മുന്നിൽ കാടിൻ്റെ ഹൃദയവാതിലുകൾ തുറന്നു കാടിൻ്റെ കൺമണികൾ ഇറങ്ങി വരും. ഇത് യാദൃശ്ചികതയുടെ കലയാണ്. ഇന്ദ്രിയങ്ങൾ 5ഉം മനസ്സും ഒരേ താളത്തിൽ ഏകാഗ്രമാവണം, ധ്യാനനിർഭരമാവണം. അപ്പോൾ മികച്ച വനചിത്രങ്ങൾ പിറന്നു വീഴും. രാധിക രാമസ്വാമി, വരുണാദിത്യ, സുധീർ ശിവറാം തുടങ്ങി ഒരുപാട് മികച്ച വന്യജീവി ഫോട്ടോഗ്രാഫർമാർ നമുക്കുണ്ട്. നിഴലും വെളിച്ചവും കൊണ്ട് പ്രപഞ്ച ജീവിതം സാക്ഷ്യപ്പെടുത്തുന്ന, നിഴൽ പോലെന്നും കൂടെ നടക്കുന്ന ഫോട്ടോഗ്രാഫിയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഫോട്ടോഗ്രാഫി ഈസ് എ ലവ് അഫെയർ വിത്ത് ലൈഫ് എന്ന ബർക്ക് ഉസ്ലേയുടെ പ്രസ്താവവും ഫോട്ടോഗ്രാഫി ഈസ് എ ഡിഫെൻസ് അഗൻസ്റ്റ് ആങ്സൈറ്റി എന്ന സൂസൻ സൊണ്ടാഗിൻ്റെ നിരീക്ഷണവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫി വിചാരങ്ങൾക്ക് വിരാമമിടുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഫോട്ടോഗ്രാഫി ദിന ആശംസകൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അസീസ് മാഹി നൽകിയ പ്രഭാഷണമാണ്. ജൻവാണി 90.8 FM ലോകമെമ്പാടും HD ക്വാളിറ്റിയിൽ ആസ്വദിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, നിങ്ങളുടെ സേവനങ്ങൾ ചുരുങ്ങിയ ചെലവിൽ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ജൻവാണി 90.8 FM പരസ്യം ചെയ്യൂ. വിശദ വിവരങ്ങൾക്ക് പരസ്യ പ്രക്ഷേപണ വിഭാഗം, ജൻവാണി 90.8 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ, പാനൂർ. ഫോൺ 8606609000.